ഗുഡ് മോർണിംഗ് എല്ലാവർക്കും. വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാരോ. ഓക്കെ, നമുക്ക് ഇന്നത്തെ ഗൈഡൻസ് മെസ്സേജ് എടുക്കാം. ഇന്നിപ്പോ ഐ തിങ്ക് ബുധനാഴ്ചയായി അല്ലേ? ഓക്കെ, എന്തായാലും ന്യൂ ഇയറിന്റെ കുറച്ച് റീഡിങ്സ് സ്പെഷ്യലായിട്ട് നെക്സ്റ്റ് ഇയറിലേക്കുള്ള റീഡിങ് ഞാനൊരു ദിവസം ഈ വീക്കെൻഡ് എപ്പോഴെങ്കിലും ആവട്ടെ, വീക്കെൻഡിൽ ഞാൻ ഇടാം. ഓക്കെ, കുറച്ച് സ്പെസിഫിക് ആയിട്ട് എടുത്തിടാൻ ശ്രമിക്കണം. ഓക്കെ, ഇന്നിപ്പോൾ നമുക്ക് ഗൈഡൻസ് എടുക്കാം. ആക്ച്വലി ഞാൻ ഉദ്ദേശിച്ച ഇന്നത്തെ റീഡിങ് എനർജി ചെക്കല്ല. ഞാൻ വിചാരിക്കുക ഒരു ടോപ്പിക്ക് ഞാൻ എവിടെ കണ്ടതാണ്, ലൈഫിൽ നിങ്ങൾക്ക് പ്രശ്നങ്ങൾ വരുന്നു എന്നതിൻ്റെ സൂചന എന്ത് തരത്തിലായിരിക്കും നിങ്ങൾക്ക് കിട്ടുക എന്ന് നോക്കാം. ഓക്കെ, നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലും പ്രോബ്ലംസ് വരാൻ പോകുന്നുണ്ടോ, ആ പ്രോബ്ലംസ് വരുന്നതിന് മുമ്പ് യൂണിവേഴ്സ് നിങ്ങൾക്ക് എന്തെങ്കിലും സയൻസ് കാണിച്ചു തരുന്നുണ്ടോ എന്നുള്ളത് നമുക്ക് നോക്കാം. അതായത് സൂക്ഷിക്കണം, ശ്രദ്ധിക്കണം എന്നൊക്കെ പറയുമല്ലോ, ആ രീതിയിൽ ചിലപ്പോൾ ചില വാർണിംഗ് നമുക്ക് ഓൾറെഡി കിട്ടും. ഓക്കെ, നിങ്ങളത് തിരിച്ചറിയാതെ പോയേക്കാം. ജസ്റ്റ് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, നിങ്ങളുടെ ലൈഫിൽ യൂണിവേഴ്സിന്റെ ഒരു പ്രൊട്ടക്ഷൻ ആദ്യമേ ഉണ്ടാവും. ശരിക്കും പറഞ്ഞാൽ അതൊരു പ്രൊട്ടക്ഷൻ ആണ് അല്ലേ, പ്രശ്നങ്ങൾ വരാൻ പോകുന്നു എന്നുള്ള സൂചനകൾ കൂടി നോക്കട്ടെ. ഞാൻ അങ്ങനെ എനിക്ക് പറയാൻ പറ്റുന്ന പോലെ ചില കാര്യങ്ങൾ സംഭവിക്കുന്നത്. ഓക്കെ, അപ്പം ഇതധികം ലോങ് ആക്കില്ല, കാരണം നമ്മൾ പ്രോബ്ലംസിന്റെ ഒരു സൈൻ എന്ന രീതിക്ക് നമുക്ക് നോക്കാൻ ശ്രമിക്കാം. ചില കാര്യങ്ങൾ എന്താണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്, മുമ്പിലേക്ക് പ്രശ്നങ്ങൾ വരും എന്നുള്ള ഒരു ഇൻഡിക്കേഷൻ തരുന്നുണ്ടോ എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഞാൻ ഗൈഡൻസ് അതിൻ്റെ എടുക്കാം അല്ലേ. ഓക്കെ, ഇവിടെ കിങ് ഓഫ് വാണ്ട്സ് ഉണ്ട്, 2 of swords, 8 of wands, okay, Hierophant, 4 of swords, 10 of pentacles, and 5 of swords. Okay, great. ഓക്കെ, ഇവിടെ എനിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ, എനിക്ക് കാണുന്നത് ഇവിടെ കിങ് ഓഫ് വോൺസ് എനർജി. കിങ് ഓഫ് വോൺസ് എനർജി എന്ന് പറഞ്ഞാൽ നമ്മൾ ശരിക്കും നിങ്ങൾ ക്രിയേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങുക, നിങ്ങൾക്ക് ക്രിയേറ്റീവായിട്ട് എന്തെങ്കിലുമൊക്കെ നിങ്ങൾ ചെയ്തു തുടങ്ങുന്ന ഒരു വ്യക്തി എന്ന രീതിക്ക് നമുക്ക് പറയാം. ഓക്കെ, അതായത് നല്ല ഐഡിയാസ് ഉണ്ടാവും നിങ്ങളുടെ കയ്യിൽ. ഓക്കെ, നിങ്ങൾ ഇതുവരെ അങ്ങനത്തെ ഒരു പേഴ്സൺ ആയിരുന്നിരിക്കും. ഒരുപാട് നിങ്ങൾക്ക് ഐഡിയാസ് ഉണ്ടാവും, നിങ്ങൾ എന്തും ചെയ്യാൻ കുറേ ക്രിയേറ്റീവ് ആയിട്ടുള്ള വ്യക്തിയായിരിക്കാം. ചിലവർക്ക് എഴുതുന്ന വ്യക്തികൾ, പാട്ട് പാടുന്നവർ, നിങ്ങൾക്ക് എന്തെങ്കിലും അങ്ങനത്തെ ടാലൻസ് ഉണ്ടാവാം, വരയ്ക്കുന്ന, ആർട്ടിസ്റ്റിക്. ഓക്കെ, അത് മാത്രം ആവണമെന്നില്ല. ഓക്കെ, എന്തും ആവാം. ലൈക്ക് ഈവൻ ഇൻറ്റീരിയർ ഡെക്കറേഷൻ, അല്ലെങ്കിൽ എന്താ പറയുക, പലതരത്തിലാവാം കേട്ടോ. ഈ ക്രിയേറ്റിവിറ്റി എന്ന് പറയുന്നത് നിങ്ങൾക്ക് പലതരത്തിലാവാം. ഓക്കെ, അങ്ങനെ നിങ്ങൾ ചെയ്യുന്ന ഒരു വ്യക്തി ആയിരിക്കും, കഴിവുള്ള വ്യക്തികളായിരിക്കും. പക്ഷേ ഇവിടെ എനിക്ക് കാണുന്ന 2 of swords ആണ്. ഇപ്പോൾ നിങ്ങളുടെ മൈൻഡിൽ, ഇപ്പോൾ എന്നല്ല, ഇത് എപ്പോഴായാലും നിങ്ങൾ ആ രീതിയിൽ എടുക്കുക. ലൈക്ക് ഇത് ഇപ്പോഴത്തെ എനർജി എന്നല്ല ഞാൻ പറയുന്നത്, ഓവറോൾ. ഓക്കെ, അതായത് നിങ്ങൾ ക്രിയേറ്റീവ് ആയിട്ടുള്ള വ്യക്തികൾ, നിങ്ങൾക്ക് ശരിക്കും എന്തും ചെയ്യാൻ സാധിക്കുന്ന വ്യക്തികളാണ്. പക്ഷെ അവിടെ നിങ്ങളുടെ മൈൻഡ് കൺഫ്യൂസ്ഡ് ആയി പോവാം. ഓക്കെ, നിങ്ങൾക്ക് മൈൻഡ് കൺഫ്യൂഷൻ വരിക, എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളൊരു കൺഫ്യൂഷൻ വരിക, തീരുമാനങ്ങൾ എടുക്കാൻ പറ്റാതിരിക്കുക. തീരുമാനം എടുത്ത് നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ അപ്പോഴല്ലേ നമുക്ക് തുടങ്ങാൻ പറ്റുള്ളൂ. ഓക്കെ, ബട്ട് നിങ്ങളുടെ മൈൻഡിൽ കൺഫ്യൂഷൻ വരിക, അത് ചെയ്യണോ വേണ്ടേ എന്ന് തോന്നുക. ചിലപ്പോൾ മൈൻഡ് ഒരു ഡിസ്ട്രാക്റ്റ് ആയിട്ട് പോകുന്നുണ്ടാവാം. പല പല കാര്യങ്ങളിലേക്ക് മൈൻഡ് ഡിസ്ട്രാക്റ്റ് ആയിട്ട് പോവാം. അല്ലെങ്കിൽ എന്താണ് വേണ്ടത് എന്നുള്ള ഒരു തീരുമാനം അത് തന്നെ നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്നില്ല. ഓക്കെ, മൈൻഡിൻ്റെ കൺഫ്യൂഷൻ എന്ന് തന്നെ പറയാം. ഓക്കെ, അത് ഒരു തരത്തിൽ അങ്ങനത്തെ ഒരു കൺഫ്യൂഷൻ നിങ്ങളുടെ മൈൻഡിൽ വരുമ്പോൾ എവിടെയോ നിങ്ങളെ ഒരു വാർണിംഗ് ആയിട്ട് എടുക്കുക. നിങ്ങളുടെ ലൈഫിൽ ശരിയല്ല കാര്യങ്ങൾ പോകുന്നത് എന്ന രീതിക്ക് നിങ്ങൾ മനസ്സിലാക്കാൻ തുടങ്ങാം. ഓക്കെ, യൂണിവേഴ്സിൻ്റെ ഒരു സൈൻ ആയിട്ട് നിങ്ങൾക്ക് എടുക്കാം. ദറ്റ് നിങ്ങളുടെ മൈൻഡ് വല്ലാതെ ഡിസ്ട്രാക്റ്റ് ആയിട്ട് പോകുന്നുണ്ട്, ഒരുപാട് നിങ്ങൾക്ക് തീരുമാനങ്ങൾ എടുക്കാൻ പറ്റുന്നില്ല, ഉറച്ചു നിൽക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ഒരു കാര്യം തുടങ്ങിക്കഴിഞ്ഞാൽ അതിനെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, ആക്ഷൻ എടുക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ ഉണ്ടെങ്കിൽ അവിടെ നിങ്ങൾ മനസ്സിലാക്കുക ദറ്റ് എന്തോ ഒരു കൺഫ്യൂഷൻ വരുന്നുണ്ട്. നിങ്ങളുടെ മൈൻഡ് എന്തുകൊണ്ടാണ് ഇങ്ങനെ ആയി പോകുന്നത് എന്നൊന്ന് നിങ്ങളൊന്ന് ശ്രദ്ധിക്കാൻ തുടങ്ങണം. ഓക്കെ, നിങ്ങൾക്ക് ചില മെസ്സേജസ് കിട്ടാം. ഓക്കെ, ചിലപ്പോൾ ചില മെസ്സേജസ് നിങ്ങൾക്ക് വരുന്നതായിട്ട് കാണുന്നുണ്ട്. ആ മെസ്സേജസ് ഓക്കെ, ഈ മെസ്സേജസ് ചിലപ്പോൾ നിങ്ങൾക്ക് ഒന്നുമില്ലെങ്കിൽ ഡിവൈനിൽ നിന്ന് വരുന്ന മെസ്സേജസ് ആയിരിക്കും. അതായത് നിങ്ങൾക്ക് ചിലപ്പോൾ ഡ്രീംസിൽ, ഉറക്കത്തിൽ കാണാം, അല്ലെങ്കിൽ നിങ്ങൾ എവിടെയെങ്കിലും പോകുന്ന വഴിക്ക് ചിലപ്പോൾ എന്തെങ്കിലും പെട്ടെന്ന് സൈൻസ് നിങ്ങൾ കാണാം. അറിയാതെ നിങ്ങൾ ലൈക്ക് കണ്ടു പോകുന്നതായിരിക്കും, അല്ലാതെ നിങ്ങൾ അതിനു വേണ്ടി ശ്രദ്ധിച്ച് നോക്കുന്നതല്ല. ലൈക്ക് ചില സൈൻസ് നിങ്ങൾ കാണാം. ഓക്കെ, എവിടെയെങ്കിലുമൊക്കെ ചില മെസ്സേജസ് എഴുതി പെട്ടെന്ന് കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നും, ഓക്കെ ഇതെൻ്റെ ലൈഫായിട്ട് എവിടെയോ ഉണ്ടല്ലോ മാച്ച് എന്ന രീതിക്ക് നിങ്ങൾക്ക് തോന്നും. ഇതൊരു ഫാസ്റ്റ് മൂവിങ് ആണ് കാണുന്നത്. ഫാസ്റ്റ് മൂവിങ് എന്ന് പറഞ്ഞാൽ
ഇത് യാത്രയുടെയാണ് മെയിൻലി എനിക്ക് ഫീൽ ചെയ്യുന്നത്. യാത്ര, അല്ലെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ മെസ്സേജസ് ഒരുപാട് കിട്ടും. ഓക്കെ, മെസ്സേജസ് കിട്ടുന്നത് ചിലപ്പോൾ നിങ്ങൾ തിരഞ്ഞു പോകുന്നതായിരിക്കില്ല. നിങ്ങളിലേക്ക് പല മെസ്സേജസും എത്തും, പല ഭാഗത്തു നിന്ന് എത്തും. ഓക്കെ, ആരെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് കേൾക്കുന്നത്, അല്ലെങ്കിൽ വേറെ ആരുടെയെങ്കിലും ലൈഫിൻ്റെ ചില കാര്യങ്ങൾ അറിയുന്നത്, അങ്ങനെ എവിടെയെങ്കിലും നിങ്ങൾക്ക് കുറേ മെസ്സേജസ് വരുന്നതായിട്ടാണ് കാണുന്നത്. ഈ മെസ്സേജസ് ഞാൻ പറഞ്ഞ പോലെ ചിലപ്പോൾ സ്വപ്നത്തിലായിരിക്കാം, മെഡിറ്റേഷനിലായിരിക്കാം, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ പുറത്ത് യാത്ര പോകുമ്പോൾ, പുറത്ത് ട്രാവലിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ ട്രിപ്പ് പോകുന്നതെന്നല്ല, ജസ്റ്റ് നമ്മൾ വീട്ടിൽ നിന്ന് ഒരു ജോലി സ്ഥലത്ത് പോകുന്ന ആ വഴിക്ക് എന്തെങ്കിലുമൊക്കെ ചിലപ്പോൾ നിങ്ങൾക്ക് കാണുന്ന മെസ്സേജസ് എവിടെയോ നിങ്ങൾക്കുള്ളതാണെന്ന് തോന്നും. ചില സയൻസ്, ഇപ്പം നമ്മൾ ഇനി എന്താ പറയുക, ബട്ടർഫ്ലൈയും ഫെദറും ഒക്കെ നമ്മൾ പറയാറുണ്ട്, അത് ഏഞ്ചൽ സയൻസ് ആയിട്ട് നമ്മൾ പറയും. ഇതല്ലാതെ ചിലപ്പോൾ നിങ്ങൾ എന്തെങ്കിലും പെട്ടെന്ന് നോട്ടീസ് ചെയ്യുന്നത്, ചില വാക്കുകൾ, ചില പേരുകൾ, അല്ലെങ്കിൽ നമ്പേഴ്സ്, അങ്ങനത്തെ കാര്യങ്ങൾ ചിലപ്പോൾ നിങ്ങൾ നോട്ടീസ് ചെയ്യുന്നത് എവിടെയോ നിങ്ങൾക്കുള്ള ചില മെസ്സേജസ് ആയിരിക്കാം. ഓക്കെ, ആൻഡ് ഇവിടെ അത് കൂടുതലും എനിക്ക് യൂണിവേഴ്സിൽ നിന്ന് എന്ന് തോന്നുന്നുണ്ട്. യൂണിവേഴ്സ് നിങ്ങൾക്ക് മെസ്സേജസ് തരുന്നതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ആൻഡ് അത് മാത്രമല്ല, ഐ തിങ്ക് ചിലപ്പോൾ കുറച്ചുകൂടി നമ്മുടെ ഈ സ്പിരിച്വൽ നോളജുള്ള ആൾക്കാർ, അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങളെ വല്ല ടീച്ചേഴ്സ്, ഗൈഡായിട്ടുള്ള ആൾക്കാർ, കൗൺസിലേഴ്സ് ആവാം, ഈവൻ പ്രീസ്റ്റ്, അങ്ങനത്തെ ആൾക്കാരാവാം, അമ്പലത്തിലെ അല്ലെങ്കിൽ പള്ളിയിലെ, ചർച്ചിലെ, അങ്ങനെയുള്ള ആൾക്കാരാവാം. ഓക്കെ, അവിടുന്ന് കിട്ടുന്ന ചില മെസ്സേജസ്. ഓക്കെ, അവിടെ എന്തെങ്കിലുമൊക്കെ നിങ്ങൾ നോക്കുമ്പോൾ ചിലപ്പോൾ അങ്ങനത്തെ മെസ്സേജസ് ആയിരിക്കും വരുന്നത്. സൂക്ഷിക്കണം, അല്ലെങ്കിൽ ലൈഫിൽ ഇന്ന കാര്യം വരുമ്പോൾ, ഓക്കെ, ചിലപ്പോൾ ആക്ച്വലി ഈ മെസ്സേജസ് ഉണ്ടല്ലോ നിങ്ങളോട് മോസ്റ്റ്ലി എന്ത് പറയും, അതായത് നിങ്ങൾ പോസിറ്റീവായിട്ട് മുന്നോട്ട് പോകണം, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നം വന്നാൽ ഇങ്ങനെ ചെയ്യണം എന്നുള്ള ചില മെസ്സേജസ് ആയിരിക്കും നിങ്ങൾ കാണുക. ഓക്കെ, അപ്പോൾ നിങ്ങൾ വിചാരിക്കും എൻ്റെ ലൈഫിൽ ഇങ്ങനെ ഇല്ലല്ലോ എന്ന് പറയും. പക്ഷേ മേ ബി അത് നിങ്ങൾക്ക് മുന്നോട്ട് ആവശ്യമുള്ള കാര്യങ്ങളായിരിക്കും. ഓക്കെ, അത് ചിലപ്പോൾ നിങ്ങൾ പ്രതീക്ഷിക്കാതെ, ചിലപ്പോൾ വീട്ടിൽ ആരെങ്കിലും, വലിയവരാരെങ്കിലും ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ കാര്യത്തിനെക്കുറിച്ച്, അവരെ പണ്ട് നടന്ന കാര്യങ്ങൾ, അവർ എക്സ്പീരിയൻസ് ചെയ്ത കാര്യങ്ങൾ, ഇത് കണ്ടില്ലേ, കുട്ടികളിരുന്ന് കേൾക്കുന്ന പോലെയാണ്. സോ നിങ്ങൾക്ക് മേ ബി അവർ ഗ്രാൻഡ് പാരൻസ് ആരെങ്കിലും അവരെന്തെങ്കിലുമൊക്കെ പഴയ കാര്യങ്ങളൊക്കെ ചിലപ്പോൾ പറയും. അപ്പോൾ നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ പോകുന്ന സിറ്റുവേഷനുമായിട്ട്, അല്ലെങ്കിൽ ഇപ്പോൾ ഓൾറെഡി ചിലപ്പോൾ ഉണ്ടാവാൻ സിറ്റുവേഷൻ, അതുമായിട്ട് ചിലപ്പോൾ കണക്റ്റഡ് ആയിട്ട് നിങ്ങൾക്ക് വല്ല മെസ്സേജസ് അതിൽ നിന്ന് കിട്ടും. ഓക്കെ, അങ്ങനെയൊക്കെ അഡ്വൈസ് ആയിട്ട് ഇതൊരു ഹൈറോഫന്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ശരിക്കും അഡ്വൈസർ എന്ന രീതിക്കാണ്. അഡ്വൈസർ ആവണമെന്നില്ല. ചിലപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് എവിടെയെങ്കിലും കാണുന്ന വ്യക്തികൾ, നിങ്ങൾ മീറ്റ് ചെയ്യുന്ന വ്യക്തികൾ ചിലപ്പോൾ അറിവുള്ള വ്യക്തികളായിരിക്കാം. ഞാൻ പറഞ്ഞ പോലെ പള്ളി, ചർച്ച്, പ്രീസ്റ്റ്, അങ്ങനത്തെ ആൾക്കാരായിരിക്കാം, കൗൺസിലേഴ്സോ എന്ത് തന്നെയായാലും. ഓക്കെ, എവിടേക്കോ നിങ്ങൾക്ക് നോളജ് തരുന്ന വ്യക്തികൾ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നതായിട്ട് തോന്നുന്നു. പെട്ടെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കാതെ ചിലപ്പോൾ ഇരുന്ന് പ്രഭാഷണം എന്ന് ഞാൻ പറഞ്ഞത് മാത്രം, നിങ്ങളിരുന്ന് സ്പിരിച്വൽ ടോക്സ് എന്തെങ്കിലും കേൾക്കുക, മോട്ടിവേഷണൽ ടോക്സ് എന്തെങ്കിലുമൊക്കെ നിങ്ങൾ കേൾക്കുക, അങ്ങനെയൊക്കെ സംഭവിക്കും. അതൊക്കെ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ട് യൂണിവേഴ്സ് നേരത്തെ തന്നെ എത്തിച്ചു തരുന്നതാണ്. ഓക്കെ, എൻ്റെ ഇവിടെ ചിലവർക്ക് നിങ്ങളുടെ ഹെൽത്ത് ബാധിക്കും. ഓക്കെ, നിങ്ങൾക്ക് ഹെൽത്ത് വരെ എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ് വരാം. അതിപ്പോൾ നിങ്ങൾ ചിലപ്പോൾ ഡിപ്രഷൻ പോകുന്നതായിരിക്കാം. ഓക്കെ, നിങ്ങൾക്കൊന്നും ചെയ്യാൻ തോന്നാതിരിക്കുക, എന്തെങ്കിലും ആക്ഷൻ എടുക്കാൻ, ഞാൻ ഓൾറെഡി പറഞ്ഞ ആക്ഷൻ എടുക്കാൻ പറ്റുന്നില്ല എന്ന്. ഓക്കെ, നിങ്ങൾക്കൊന്നും ചെയ്യാനുള്ള മൂഡില്ല. ഓക്കെ, ഒന്നിലും താല്പര്യം തോന്നുന്നില്ല, അങ്ങനത്തെ ഒരു ഫേസ് നിങ്ങൾക്ക് വരാം. ചിലവർക്ക് ആക്ച്വൽ ഹെൽത്ത് തന്നെ ചിലപ്പോൾ എന്തെങ്കിലും അസുഖങ്ങൾ ഇങ്ങനെ മാറി വന്നുകൊണ്ടിരിക്കുക, വലിയ കാര്യങ്ങളല്ല, എന്നാലും നിങ്ങളെ ഒന്നും എനർജി ഇല്ലാത്ത രീതിയിലേക്ക് നിങ്ങളെ ആക്കി മാറ്റുക. ഓക്കെ, അതുമൊക്കെ നിങ്ങൾക്കൊരു വാർണിംഗ് ആണ്. ഓക്കെ, ചില സയൻസ് ആണ് ദാറ്റ് എന്തൊക്കെയോ പ്രശ്നങ്ങൾ വരുന്നുണ്ട്, അല്ലെങ്കിൽ ഓൾറെഡി ഉണ്ട് എന്നുള്ള ഒരു ഇൻഡിക്കേഷൻ. ഓക്കെ, 10 ഓഫ് പെന്റിക്കിൾസ് ആൻഡ് 5 ഓഫ് സോർഡ്സ് ആണ്. ഫാമിലിയിൽ എന്തെങ്കിലും കലഹങ്ങൾ, ഓക്കെ, ഫാമിലിയിൽ കലഹങ്ങൾ നടക്കുക, ഫ്രണ്ട്സുമായിട്ട് കലഹങ്ങൾ നടക്കുക, നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വ്യക്തികളുമായിട്ട് ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ പ്രോബ്ലംസ് എപ്പോഴും വന്നുകൊണ്ടിരിക്കുക. ഓക്കെ, അതൊക്കെ നിങ്ങളോട് കാണിക്കുന്നത് എന്തോ നിങ്ങളുടെ ലൈഫിൽ പ്രശ്നങ്ങളുണ്ട്. അത് ഏത് ടൈപ്പ് പ്രശ്നം എന്ന് ഞാൻ പറയുന്നില്ല. ആൻഡ് എന്തുകൊണ്ട് എങ്ങനെ വരുന്നു, വേറെ ആരുടെയും കണ്ണ് തട്ടിയതോ അങ്ങനത്തെ എന്ത് കാര്യമാണെന്ന് ഞാൻ പറയുന്നില്ല. ഓക്കെ, ഇവിടെ ഇൻ ജനറൽ നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലും ഒരു പ്രോബ്ലം ഉള്ള ഒരു സമയം വരുന്നു എന്ന രീതിക്കുള്ള ഒരു ഇൻഡിക്കേഷൻസ് നിങ്ങൾക്ക് ഈ ഒരു കുറേ തരത്തിൽ കാണുന്നതായിട്ടാണ് എനിക്ക് കാണുന്നത്. ഓക്കെ, മെയിൻലി മെസ്സേജസ് കാണുന്നുണ്ട്. ചിലപ്പോൾ നിങ്ങൾക്ക് യൂണിവേഴ്സൽ സയൻസ് കാണും. ഓക്കെ, ഒരുപാട് സിമ്പിൾസ് കാണും. ഹെൽത്ത് ബാധിക്കുന്ന കാര്യം പറഞ്ഞു. ആൻഡ് ഫാമിലിയിലോ അല്ലെങ്കിൽ ഫ്രണ്ട്സിൻ്റെ ഇടയിലോ ഈവൻ ജോലി സ്ഥലത്തോ ഒക്കെ നിങ്ങൾക്ക് ചിലപ്പോൾ മറ്റുള്ളവരുമായിട്ട് കോൺഫ്ലിക്ട്സ് വരാം. ഓക്കെ, അനാവശ്യമായ തർക്കങ്ങൾ. ഓക്കെ, ഒരു കാര്യമില്ലാതെ ചിലപ്പോൾ എന്തെങ്കിലും ഒന്ന് പറഞ്ഞു രണ്ടാമത്തേലും വാക്ക് തർക്കമായി. ഓക്കെ, അങ്ങനത്തെ കാര്യങ്ങൾ ഫേസ് ചെയ്യാം. സോ ഇതൊക്കെയാണ് നിങ്ങൾക്ക് ഐ തിങ്ക് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യങ്ങൾ. ഓക്കെ, ഇത് വരുമ്പോൾ എന്ത് ചെയ്യണം എന്നുള്ളതൊക്കെ നമ്മൾ ഡെയിലി നമ്മൾ പറയുന്നുണ്ട് അല്ലേ. ഓരോ പ്രശ്നങ്ങളും വരുമ്പോൾ എന്താ ചെയ്യേണ്ടത് എന്നുള്ളത് നമ്മൾ ഓൾറെഡി പറയുന്നുണ്ട്. നമുക്ക് ഗൈഡൻസ് ആയിട്ട് എടുക്കാം യൂണിവേഴ്സിന്. ഓക്കെ, ഇതൊക്കെ നമ്മൾ സയൻസിനെ കുറിച്ചാണ് ഞാൻ സംസാരിച്ചത് കേട്ടോ. ഓക്കെ, അതിനെ ഓവർകം ചെയ്യാൻ ഗൈഡൻസ് യൂണിവേഴ്സ് എന്താ പറയുന്ന, ഇങ്ങനെയൊക്കെ വരുമ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? പവർഫുൾ മൂവ്, ടെൻഡർ എംബ്രേസ്, വിഷ് അപ്പോൺ എ സ്റ്റാർ, ബെയറിംഗ് ഫ്രൂട്ട് ആൻഡ് അൺചാർട്ടഡ് സീ. ഓക്കെ, ലെറ്റ് ഇറ്റ് ഗോ എന്ന് പറയുന്നുണ്ട് ഇവിടെ. ഗ്രേറ്റ് ആൻഡ് ഫുൾ. ഓക്കെ, കാര്യങ്ങൾ ശരിയായിട്ട് വരും എന്നൊരു പ്രോമിസ് ആക്ച്വലി ഉണ്ട് ഇവിടെ. ഓക്കെ, എന്തൊക്കെ പ്രശ്നങ്ങൾ വന്നാലും ഓക്കെ, നമുക്ക് അതൊക്കെ ഓവർകം ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കും. അതിനെപ്പോഴും യൂണിവേഴ്സിൻ്റെ ബ്ലെസ്സിങ് നിങ്ങൾക്ക് ഉണ്ടാവും. ഓക്കെ, ഇങ്ങനെ വാർണിംഗ് ഒക്കെ തരുമ്പോൾ തന്നെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു തുടങ്ങുക കാര്യങ്ങളെ. ഓക്കെ,
പവർഫുൾ മൂവ് എന്ന് പറയുന്നത് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ ഒരു ആക്ഷൻ എടുക്കാൻ, അതായത് എന്ത് സ്റ്റെപ്പാണ് എടുക്കേണ്ടത് ഈ സിറ്റുവേഷൻസ് ഒക്കെ വരുമ്പോൾ, ഇങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങൾ നിങ്ങൾ ഫേസ് ചെയ്യാൻ തുടങ്ങുമ്പോൾ അവിടെ നിങ്ങൾ സ്ട്രോങ് ആയിട്ട് നിൽക്കുക എന്നുള്ളതാണ് മെയിനായിട്ട്. ഓക്കെ, നിങ്ങൾക്ക് ലൈഫിനെ ശരിയാക്കാൻ, ഓക്കെ, അതിനെന്താ വേണ്ടത്, നിങ്ങൾ ഈ തളർന്നു പോവാതെ നിങ്ങൾ വീണ്ടും നിങ്ങൾക്ക് ഓരോ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയുള്ള എനർജി നിങ്ങളുടെ ഉള്ളിൽ തന്നെ സ്ട്രെങ്ത് നിങ്ങൾ കൊണ്ടുവരണം. ഓക്കെ, ആൻഡ് ഇവിടെ ടെൻഡർ എംബ്രേസ് ഉണ്ട്. ഇത് നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന വ്യക്തികൾ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവാം. അതിനെക്കുറിച്ചായിരിക്കാം സോൾമേറ്റ്സ് എന്ന് പറയാം, നല്ലൊരു ഫ്രണ്ട് എന്ന് പറയാം. ഓക്കെ, അല്ലെങ്കിൽ ഈവൻ ഞാൻ പറഞ്ഞ പോലെ ചിലപ്പോൾ പ്രായമായവരോ അല്ലെങ്കിൽ നിങ്ങളെ അഡ്വൈസ് ചെയ്യാൻ പറ്റിയ ആൾക്കാർ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവും എന്ന രീതിക്കും തോന്നുന്നുണ്ട്. ഓക്കെ, അങ്ങനെ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ യൂണിവേഴ്സ് ആൾക്കാരെ അയക്കും, പേടിക്കേണ്ട ഒരിക്കലും. ഓക്കെ, ആൻഡ് ഇവിടെ അത് തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അപ്പം നിങ്ങൾ ഒരിക്കലും തനിച്ചായി പോവില്ല, പേടിക്കേണ്ട. ടെൻഷൻസ് എന്ത് സിറ്റുവേഷൻ വന്നാലും നിങ്ങൾക്ക് വേണ്ട ഹെൽപ്പ് യൂണിവേഴ്സ് എത്തിക്കും. ആൻഡ് ഇവിടെ വിഷപ്പ് ഓൺ സ്റ്റാർ എന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് ഒരുപാട് യൂണിവേഴ്സ് ലൈക്ക് നിങ്ങൾ ആഗ്രഹിച്ചത് നടത്തി തരും യൂണിവേഴ്സ്. ഓക്കെ, നിങ്ങൾ ജസ്റ്റ് പ്രാർത്ഥിക്കുക, നിങ്ങൾ എപ്പോഴും ദൈവത്തിനോട് പ്രാർത്ഥിക്കുക, എല്ലാം നല്ലത് വരുത്തണേ എന്ന് പ്രാർത്ഥിച്ചാൽ മതി, വേറെ ഒന്നും വേണ്ട. ഓക്കെ, എല്ലാം നല്ലത് വരുത്തണേ, എനിക്കെല്ലാം നല്ലത് മാത്രം, ഞാൻ എന്ത് തന്നെ നീ തീരുമാനിച്ചാലും അതെനിക്ക് തരണേ, അത് തന്നാൽ മതി എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുക. ഓക്കെ, ആൻഡ് ഇവിടെ ബെയറിംഗ് ഫ്രൂട്ട് ഉണ്ട്. ഓക്കെ, നിങ്ങളുടെ ആഗ്രഹങ്ങൾ നടക്കും എന്ന് യൂണിവേഴ്സ് വളരെ പോസിറ്റീവായിട്ട് പറയുന്നുണ്ട്. നിങ്ങൾ ആഗ്രഹിച്ചത് തീർച്ചയായിട്ടും നടക്കും. ഓക്കെ, ചില പ്രശ്നങ്ങൾ ഉണ്ടാവുമെന്ന് മാത്രം, ആ പ്രശ്നങ്ങളുടെ മേലെ പക്ഷെ നിങ്ങൾക്ക് സഹായിക്കാൻ ആൾക്കാരുണ്ടാവും, യൂണിവേഴ്സ് ഗൈഡൻസ് തരും, യൂണിവേഴ്സ് ഗൈഡൻസ് കിട്ടും, യൂണിവേഴ്സിന്റെ ഹെൽപ്പ് ഉണ്ടാവും, സപ്പോർട്ട് ഉണ്ടാവും. ആൻഡ് അൺചാർട്ടേഡ് സീ എന്ന് പറയുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ ചിലപ്പോൾ ഇത് അഗൈൻ യാത്രയുടെ കാര്യമാണ് കാണുന്നത്. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ചെയ്യാൻ തുടങ്ങുന്നത്, ഓക്കെ, നിങ്ങൾക്ക് അറിയാത്ത വഴികളിൽ കൂടിയൊക്കെ ചിലപ്പോൾ ഒന്ന് പോണ്ടി വരും. ഓക്കെ, നിങ്ങൾ ഒരു കാര്യം ചെയ്തെടുക്കാൻ വേണ്ടി, ഓക്കെ, കുറച്ച് നിങ്ങൾ ലൈക്ക് നോർമൽ നമ്മൾ ചെയ്യാത്ത കാര്യങ്ങൾ കൂടി ചിലപ്പോൾ ചെയ്യേണ്ടി വരും. ഓക്കെ, ബട്ട് എന്നാലും നിങ്ങളെ ഗൈഡ് ചെയ്യാനുള്ള എന്തായാലും തീർച്ചയായിട്ടും ഇവിടെ ഒരു സ്റ്റാർ കാണുന്നുണ്ട്, കോമ്പസ് ഉണ്ട് ഇവിടെ. ഓക്കെ, നിങ്ങൾക്ക് വഴി തീർച്ചയായിട്ടും യൂണിവേഴ്സ് തന്നെ കാണിച്ചു തരും. ഓക്കെ, ധൈര്യത്തിൽ മുന്നോട്ട് പോവാം എന്നാണ് പറയുന്നത്. ഓക്കെ, കുറച്ചൊന്ന് ചിലപ്പോൾ ഈ പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ നിങ്ങളൊന്ന് കിടന്നൊന്ന് എന്താ പറയുക, നമ്മൾ അറിയാത്ത കുറേ വഴികളിൽ കൂടി പോവുക എന്ന് പറയില്ലേ, എന്ന് വെച്ചാൽ നമ്മൾ കുറച്ചൊന്ന് സ്ട്രഗിൾ ചെയ്യേണ്ടി വരും എന്നർത്ഥം. പക്ഷേ ഫൈനലി നിങ്ങളുടെ ഡെസ്റ്റിനേഷനിലേക്ക് യൂണിവേഴ്സ് തന്നെ നിങ്ങൾ എത്തിച്ചു തരും. ബെയറിംഗ് ഫ്രൂട്ട് എന്നാണ് പറയുന്നത്. അതായത് നിങ്ങൾ എന്താണോ ആഗ്രഹിച്ചത് അല്ലെങ്കിൽ നിങ്ങൾ എന്താണോ ചെയ്യുന്നത് അതിന് എഫേർട്ട് നിങ്ങൾ ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, ചില പ്രശ്നങ്ങൾ വരും, യെസ്, എല്ലാവർക്കും വരുന്നതല്ലേ. അങ്ങനെ വരുമ്പോൾ നമ്മൾ അതിനെ ഓവർകം ചെയ്യാൻ കൂടി ശ്രമിക്കാം. ഓക്കെ, നമ്പേഴ്സ് കൂടി പറഞ്ഞേക്കാം. ഇവിടെ 15, 22, 39, 12, 46 ആൻഡ് ഇവിടെ 24 ഉണ്ട്. ഓക്കെ, ലെറ്റ് ഇറ്റ് ഗോ എന്നാണ്, ബട്ട് ഇത് വേണ്ട അല്ലേ. ഓക്കെ, വിട്ടേക്കാം, നമ്മൾ അതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞില്ലല്ലോ. ഓക്കെ, ഇവിടെ 6 ഉണ്ട്, 4, 39, 12 ഉണ്ട്. ഇവിടെ 12 ഉണ്ട്. ഓക്കെ, 12 ആൻഡ് 46, സോ 10 അഗൈൻ. ഓക്കെ, 6, 4, ഓക്കെ, 12 വരുമ്പോൾ 3 ആണ്. ഓക്കെ, ഇതൊക്കെയാണ് നമ്പേഴ്സ്. ഓക്കെ, 15, 22, 39, 12, 46. ഓക്കെ, 6, 4, 3, 3, 10, അപ്പോൾ 1. ഓക്കെ, നമ്പേഴ്സ് ഞാൻ വേണ്ടി റിപ്പീറ്റ് ചെയ്താൽ. ഓക്കെ, എന്തായാലും യൂണിവേഴ്സ് അപ്പം കുറച്ച് സയൻസ് കാണിച്ചു തരാൻ തുടങ്ങുമ്പോൾ നിങ്ങൾ അപ്പം തന്നെ നിങ്ങളെ ഒന്ന് മോട്ടിവേറ്റ് ചെയ്ത് കൊണ്ടുവരിക. ഓക്കെ, ഡൗൺ ആയിട്ട് ഡിപ്രഷൻ അങ്ങനത്തെ ഫേസിലേക്ക് പോവാതിരിക്കുക. ഓരോ കാര്യങ്ങളും നിങ്ങൾ ഇൻഡിക്കേഷൻ നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പം നമ്മൾ ഐ തിങ്ക് ഈ ഒരു റീഡിങ് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിരിക്കട്ടെ. ഓക്കെ, എന്തായാലും നല്ലൊരു ദിവസമായിരിക്കട്ടെ എല്ലാവർക്കും. നന്ദി, നമസ്കാരം.